നമ്മളെങ്കിലും തീരുമാനം എടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. എന്തിനും ഏതിനും എന്താണ് പിള്ളേർക്ക് ഒരു കാർട്ടൂൺ ഇട്ട് കൊടുത്തേച്ച് അവനെ കാണാൻ ചുമ്മാ ശല്യം ഉണ്ടാക്കാതെ. കാര്യം പിള്ളേർ ശല്യമായി പോയിന്ന്. ശല്യം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ്, പിള്ളേർ നമുക്ക് ശല്യമായി തീർന്നു അല്ലേ? ശല്യമാകുമല്ലോ. കാര്യം ശല്യമല്ലോ ഈ പഠിപ്പിക്കുന്നത്, ടി വിക്കകത്തോട് വരുന്നതിൻ്റെ ശല്യമല്ലേ. അതുകൊണ്ട് നമ്മൾ നാച്ചുറലി എന്തായി പോകും, പിള്ളേർ ശല്യമായി പോകും. അതാണ് അവരുടെ ലൈഫ് അല്ലേ? വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദീസ് തിങ്സ്. ഓക്കെ, നമ്മുടെ സോഴ്സ് ദൈവമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അവരെല്ലാവരും ആദ്യം തൊട്ടെന്താണ് അവരുടെ പ്രിവിലേജസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അവരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തന്നു. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നമ്മുടെ കാലഘട്ടം വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ദൈവം നമുക്ക് വഴികാട്ടിയായി, നമ്മുടെ സംരക്ഷകനായി നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാ പ്രതിസന്ധികളിലും ദൈവം നമ്മളെ സഹായിച്ചു. ദൈവം നമുക്ക് നന്മയെന്താണ് തിന്മയെന്താണെന്ന് പറഞ്ഞു തരാൻ വെളിച്ചമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ബാപ്റ്റിസം എടുത്തു, കർത്താവിനോട് ചേർന്നു. നമുക്കവൻ മല്ലന്മാരുടെ ആഹാരത്തിന് പകരം അവനെ തന്നെ ഭക്ഷണമായിട്ട് തന്നു. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. എങ്കിലും നമ്മിൽ മിക്ക പേരിലും ദൈവം പ്രസാദിക്കാതെ പോകുന്നു. അതവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവരുടെ പാപങ്ങൾ നമ്മളുടെ വാർണിങ്സ് ആണ്. അവർ ചെയ്ത ഓരോ പാപങ്ങളും നമുക്കുള്ള വാർണിങ്സ് ആണ്. അതവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ റിയാലിറ്റി, ഇറ്റ് ഈസ് ദ ഫാക്ട്. അത് അവർക്ക് അവരുടെ പാപങ്ങളിൽ നമ്മൾ പാഠം പഠിക്കണം. ഇനിയുള്ള സമയത്ത് അവരുടെ പാപങ്ങളുടെ കാര്യങ്ങൾ ഓരോന്ന് നമ്മളുടെ ജീവിതത്തിൽ അവിടെ പൗലോസ് പറയുന്ന ഓരോ പാപത്തെക്കുറിച്ചും പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങളാകരുതെന്ന് സ്പെഷ്യലായിട്ട് പറയുകയാണ്. നമ്മൾ ആദ്യം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവർ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേര് വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരികളാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കും നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. അവരുടെ ഓരോ പാപങ്ങളും സ്പെസിഫിക് ആയിട്ട് പറയാണ്. അവർ 100 പാപങ്ങൾ ചെയ്ത് കാണും, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ സ്പെസിഫിക് ആയിട്ടുള്ള പാപങ്ങൾ. അവരെ പോലെ നമ്മൾ ദുർമോഹികളാകരുത്, അവരെ പോലെ വിഗ്രഹാരാധികളാകരുത്, അവരെ പോലെ പരസംഗം ചെയ്യരുത്, അവരെ പോലെ കർത്താവിനെ പരീക്ഷിക്കരുത്, അവരെ പോലെ നമ്മൾ പിറുപിറുക്കരുത്. 5 പ്രിവിലേജസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ 5 പാപങ്ങളുടെ കാര്യം പറയുകയാണ്. നമ്മൾ ദുർമോഹികളാകരുത്, വിഗ്രഹാരാധികളാകരുത്, പരസംഗം ചെയ്യരുത്, പരീക്ഷിക്കരുത്, പിറുപിറുക്കരുത്. 5 പ്രിവിലേജസ് കർത്താവ് കൊടുത്തു. പക്ഷെ ഇവർ 5 പാപങ്ങൾ കൊണ്ട് അതിന് മറുപടി പറഞ്ഞു. ശ്രദ്ധിച്ചോ? 5 പ്രിവിലേജസ് കർത്താവ് കൊടുത്തു. പൗലോസ് പറയാണ് 5 പദവികൾ ദൈവം അവർക്ക് കൊടുത്തു. അവർക്ക് അഗ്നിസ്തംഭവും മേഘസ്തംഭവും അവർക്ക് കൊടുത്തു. അവർക്ക് ബാപ്റ്റിസം കൊടുത്തു. അവർക്ക് മോശയെ കൊടുത്തു, ഒരു ഡിവൈൻ ലീഡറിനെ കൊടുത്തു. അവർക്ക് ആത്മീക ആഹാരം കൊടുത്തു, ആത്മീയ പാനീയം കൊടുത്തു. 5 പ്രിവിലേജസ് കൊടുത്തു. അവർ 5 പാപങ്ങൾ കൊണ്ട് അതിന് മറുപടി പറഞ്ഞു. അത് സംഭവിക്കാതിരിക്കാൻ അതുകൊണ്ട് വളരെ കൃത്യതയോടെ പറയാണ്, നിങ്ങൾ ഇത് ദൃഷ്ടാന്തമായി അവരുടെ പാപങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വാട്ട് ഹാപ്പൻ ടു ദം, അത് നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ പരസംഗം ദുർമോഹികളാകരുത്, നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്, നിങ്ങൾ പരസംഗം ചെയ്യരുത്, നിങ്ങൾ പരീക്ഷിക്കരുത്, നിങ്ങൾ പിറുപിറുക്കരുത്. സ്പെസിഫിക് ആയിട്ട് ആദ്യത്തെ കാര്യം അവിടെ പറയുന്നത് എന്താണ്? അവരിൽ ചില പോലെ നിങ്ങൾ ദുർമോഹികളാകരുത്. ഞാൻ മോഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, കവച്ചസ്നസ്. നമ്മൾ ആ ഭാഗം, ഈ പറയുന്ന ഭാഗം പറഞ്ഞിരിക്കുന്നത് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഭാഗം അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നീട് ആ ഭാഗത്തെക്കുറിച്ച് വായിക്കുന്നില്ല. അവിടെ പറ്റുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുർമോഹം തുടങ്ങുന്നത് എവിടെയാണെന്നുള്ളതാണ്. ദുർമോഹം തുടങ്ങുന്നത് അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും കൂടി അവിടെ എഴുതിയിരിക്കുന്നതാണ്. അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരുമെന്ന് പറഞ്ഞു. സമ്മിശ്ര ജാതിയുടെ പ്രശ്നം എന്താണ്? അവർ പ്യുവർ അല്ല, പ്യൂരിറ്റി ഉള്ളവരല്ല. എന്തുകൊണ്ട് ഈ സമ്മിശ്ര ജാതി ഇവരുടെ കൂടെ വന്നത്? മറ്റൊന്നുമല്ല, ദൈവം ഇസ്രായേൽ മക്കൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്ത നന്മകളൊക്കെ കണ്ടപ്പോൾ ഇവരുടെ കൂടെ കൂടിയവരാണ് സമ്മിശ്ര ജാതികൾ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം മിസ്രയീമിൽ ചെയ്തതായിട്ടുള്ള
വലിയ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ചിന്തിച്ചടാ, ഈ ദൈവത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇവൻ്റെ പുറകെ പോകുന്നതാണ് നല്ലതെന്ന് വെച്ച് അവരുടെ കൂടെ കൂടിയവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മിശ്ര ജാതികൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം ഇവിടെ ഞാൻ കണ്ടത്. അതായത് ദൈവം നമുക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ സാക്ഷ്യം തന്നെ എന്താണ്? മോനെടാ, ഞാൻ ഇവിടെ ഒന്നുമില്ലാത്തവനായിട്ട് വന്നു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം തന്നു. സഭയ്ക്കകത്ത് പറയുന്നത് പോട്ട് അതുപോലെ നിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം മാറും. നീ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി, നീ ഒന്ന് വന്ന് നോക്ക്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളും മാറുകയാണ്, എല്ലാം മാറാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് നടന്നെന്ന് വിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഇവൻ ഈ ദൈവം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നതുകൊണ്ട് അവൻ ഡിസപ്പോയിന്റഡ് ആകും. ദൈവത്തെ കണ്ടിറങ്ങിയവന് യാതൊരു പ്രശ്നവുമില്ല. ദൈവത്തെ കണ്ടവനെ കണ്ടിറങ്ങിയവൻ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അബ്രഹാം ദൈവത്തെ കണ്ടിറങ്ങിയവനാണ്. ദൈവം അവന് പ്രത്യക്ഷനായി. ലോത്ത് ദൈവത്തെ കണ്ടവനെ കണ്ടിറങ്ങിയതാ. അതുകൊണ്ട് എന്താണ്, ലോത്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, കാശൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ലോത്ത് വഴക്കുണ്ടാക്കി, ഇല്ലേ? കാര്യം അവനെ സംബന്ധിച്ച് പണമല്ലാതെ അവൻ്റെ മനസ്സിൽ വേറെ ഒന്നും ഇല്ല. അവനൊരു ദുരാഗ്രഹിയായ, ദ്രവ്യാഗ്രഹിയായ ഒരു വ്യക്തിയാണ്. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ ലോത്ത് അബ്രഹാമിൻ്റെ പുറകെ പോയെന്ന്. ഒരു ദിവസം അബ്രഹാം പറഞ്ഞു കാണുമെന്നല്ല, പറയും, മോനെ ലോത്തെ, ദൈവം എനിക്ക് പ്രത്യക്ഷനായി. ഉടനെ ലോത്ത് അബ്രഹാമിനോട് ചോദിക്കും, ആരാ ചിറ്റപ്പ? ഏത് ദൈവം? നമ്മുടെ സീൻ ഗോഡോ? നമ്മുടെ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ചന്ദ്രദൈവമാണ്. ചന്ദ്രദൈവം? അല്ലടാ മോനെ, ചന്ദ്രദൈവമൊന്നും അല്ല, ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും എല്ലാം ഉണ്ടാക്കിയവനായ ദൈവം. ഉടനെ ലോത്ത് ചോദിച്ചു, എന്നിട്ട് എന്നാ പറഞ്ഞു? എന്ന് പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവാ. പറഞ്ഞത് ആരെയൊക്കെ വിടണമെന്നാ? ചാർച്ചക്കാരെ ഉൾപ്പെടെ വിടണമെന്നാ. ഇവൻ പുറകെ കൂടി, അങ്കളെ ഞാനും കൂടെ പോരട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇവൻ? ചാർച്ചക്കാരനാണ്. ഇവനെ കൊണ്ടുപോകാൻ കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല. അബ്രഹാം വളരെ നല്ല വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. നല്ല വിശ്വാസികൾ പലരും പല അബദ്ധങ്ങളും കാണിക്കുമെന്നുള്ളതൊരു ഒരു ഫാക്റ്റാണ്. അതിനകത്ത് ഒരു അബദ്ധമാണെന്ത് ഇവനെ കൂടെ കൂട്ടിയത്. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സഹതാപവും സഹതാപവും എല്ലാം കൂടെ കൂടി ചെയ്ത ഒരു പരിപാടി. കപ്പലില്ലാത്ത കേൾക്കണമല്ലോ. ഇവൻ പുറകെ നടന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നാ നീ കൂടെ പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ലോത്ത് എന്തുകൊണ്ട് അബ്രഹാമിന്റെ പുറകെ പോയത്? ഇവിടെ ചന്ദ്രനെ മാത്രം വിളിച്ചിട്ട് ഇയാൾക്ക് ഇത്രയൊക്കെ കിട്ടുമെങ്കിൽ, ചന്ദ്രനെ നക്ഷത്രങ്ങളെ എല്ലാം കൂടെ വിളിച്ച എല്ലാത്തിനെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ പുറകെ ഇയാൾ പോയി കഴിഞ്ഞാൽ ഐ ആം ക്വൈറ്റ് ഷുവർ ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് എവറിത്തിങ്. സോ ഐ എം ഗോയിങ് ടു ഫോളോ ഹിം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുമ്പോഴുണ്ടല്ലോ, അതായത് ദുരാഗ്രഹികളായ ഈ ദുരാഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്, ക്യാരക്ടറാണ്, അല്ലാതെ പിന്നുണ്ടാകുന്നതല്ല. നമ്മുടെയൊക്കെ ചിന്ത, ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, പണ്ടൊക്കെ വെറും പാവമാണ്, ഇപ്പോൾ പൈസ ഉണ്ടായപ്പോഴാ അവൻ ഇങ്ങനെ ആയെന്ന് പറയും. അങ്ങനൊന്നും അല്ല, പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. പണ്ട് പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് ഈ കാര്യമൊന്നും ചെയ്തില്ലെന്നുള്ളതേ ഉള്ളൂ, ഇല്ലേ? അവന്റെ സ്വഭാവത്തിന് ബേസിക്കലി ഒരു ഡിഫറൻസും ഉണ്ടായിട്ടില്ല. ഈ പണം ഗ്രാബ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ കാശുണ്ടായപ്പോൾ അവൻ കാശങ്ങ് പിടിച്ചു വെക്കുകയാണ്, അല്ലേ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇല്ലാഞ്ഞത് കൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ അന്നും അത് ചെയ്തേനെയും. അല്ലാതെ ഇവന്റെ സ്വഭാവത്തിനുണ്ടായ വ്യത്യാസം അല്ല. ഈ സമ്മിശ്ര ജാതി ദൈവത്തെ കണ്ടിറങ്ങിയവരല്ല. സമ്മിശ്ര ജാതി ദൈവികമായ കാഴ്ചപ്പാടുകളുള്ളവരല്ല. സമ്മിശ്ര ജാതിക്ക് ദൈവവുമായിട്ട് ഉടമ്പടി ബന്ധമില്ല. ദൈവവുമായിട്ട് ഉടമ്പടി ബന്ധമില്ലാതെ സഭയിൽ കടന്നുകൂടിയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുമ്പേ പഠിച്ച കാര്യമോ? എന്താ കവനന്റ്? എന്താണ്? ഉള്ളിലേക്ക് യേശുവിനെ കടത്തിവിടുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് യേശുവിനെ കടത്തിവിട്ട് യേശുവിൽ നിറഞ്ഞ സ്റ്റേജ് ഇല്ലാത്തവനാണ് സമ്മിശ്ര ജാതി. അവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരം കിട്ടുമെന്ന് വെച്ച് വന്നവനാണ്, ജോലി കിട്ടുമെന്ന് വെച്ച് വന്നവനാണ്. ജോലി കിട്ടുന്ന പ്രശ്നമല്ല, ജോലി കിട്ടിക്കോട്ടെ. പക്ഷെ അതവന്റെ പാഷനായിട്ട് അതിനുവേണ്ടി അവൻ വന്നതുകൊണ്ട് എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു ചെറിയ കാര്യം അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മടുത്തു പോകും, അല്ലേ? അവൻ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേറെ ഒരിടത്തുനിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, കനാൻ നാട്ടിലേക്ക് പോകാൻ ആദ്യം പോയത് ശരിക്കും പറഞ്ഞാൽ അബ്രഹാം അല്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാകും. തേരഹാണ്. ഊരിൽ നിന്ന് അവന്റെ മക്കളെയും മരുമക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് തേരഹ് കനാൻ നാട്ടിലേക്ക് പോകുവാൻ പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ കനാൻ നാട്ടിലേക്ക് പോകാൻ തേരഹ് പുറപ്പെട്ടത് ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല. അവൻ ആലോചിച്ചു, ബേസിക്കലി ഇവർ ഇടയന്മാരാണ്, അല്ലെങ്കിൽ നൊമാഡ്സ് ആണ്, അവർക്ക് പോകാനൊന്നും പുള്ളി ബുദ്ധിമുട്ടൊന്നുമില്ല. പശുവിനെയൊക്കെ തീറ്റാൻ കനാൻ നാട്ടിൽ നല്ല പുല്ലും വൈക്കോലും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് ഉള്ള കാഴ്ചയിലാണ് ആര് ഇറങ്ങി പുറപ്പെട്ടത്? തേരഹ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത് വിശ്വാസത്തിൽ. അവൻ എവിടേക്ക് പോകുന്നുവെന്ന്
അറിയാതെയാണ് പുറപ്പെട്ടത്. പക്ഷേ തേരഹ് അങ്ങനല്ല, എവിടെ പോകണമെന്നും വെച്ചാണ് ഇറങ്ങിയത്. അവിടെ ചെന്നാൽ എന്തൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് തേരഹ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇടയ്ക്ക് ഹാരാനിൽ വന്നപ്പോൾ അവിടെ പാർത്തു. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹാരാനും അത്ര മോശമൊന്നുമല്ല. കനാൻ നാട് പോലെയൊക്കെ തന്നെയാണ് ഹാരാനും, പച്ചപ്പും പുല്ലും എല്ലാം ഉണ്ട്. അത് തന്നെയല്ല, ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പം ബിസിനസ്സിനുള്ള പോസിബിലിറ്റി ഉണ്ട്, മറ്റുള്ള പശുക്കൾക്കുള്ള പുല്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പിന്നെയും കഷ്ടപ്പെട്ട് ഇപ്പം കനാൻ വരെ പോകേണ്ട കാര്യമൊന്നും ഇല്ല, ഇവിടെ ഉണ്ടല്ലോ അല്ലേ. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംരക്ഷണവും അവൻ്റെ സമ്പത്തും അവൻ്റെ സുരക്ഷിതത്വവും മാത്രമേ അവന് വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ വെളിപ്പാടനുസരിച്ച് പോയവരല്ല. നമുക്കും പറ്റുന്ന പ്രശ്നം ഇതാ, കനാൻ നാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടതാണെങ്കിൽ ഹാരാൻ കണ്ടപ്പോൾ അവൻ അവിടെ അങ്ങ് പാർത്തു. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലായോ? ഈ അണ്ടർസ്റ്റാൻഡ്? കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തെ കണ്ടിറങ്ങാത്തവരാണ് ഈ സമ്മിശ്ര ജാതി എന്ന് പറയുന്നത്. സമ്മിശ്ര ജാതിയുടെ ഒരു പ്രത്യേകത, അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല.